SAT ആശുപത്രിയിൽ ഇന്നലെ സ്ത്രീകളും കുട്ടികളും 4 മണിക്കൂർ കൂരിരുളിൽ ബന്ദികളായിരുന്നു. വൈദ്യുതി മുടക്കിയുള്ള സർക്കാർ സ്പോൺസേഡ് മനുഷ്യാവകാശ ലംഘനം. 4 ദിവസം കുടിവെള്ളം മുട്ടിച്ച സർക്കാരിന്റെ അടുത്ത വീഴ്ചയാണ് ഇന്നലെ കണ്ടത്. SAT ആശുപത്രിയിൽ 4 മണിക്കൂർ വൈദ്യുതി മുടങ്ങാൻ കാരണം സർക്കാരിന്റെ വലിയ പിഴവാണ്. SAT ആശുപത്രിയിലെ വൈദ്യുതി വിതരണത്തിനായി അവിടെ ഒരു ട്രാൻസ്ഫോമർ സ്റ്റേഷനുണ്ട്. 6 മാസത്തിലൊരിക്കൽ മുടക്കമില്ലാതെ അവയുടെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതാണ്. ലൈൻ ഓഫ് ചെയ്ത് ട്രാൻസ്ഫോമർ, 11 kV ലൈൻ എന്നിവയുടെ അറ്റകുറ്റപ്പണി KSEB നടത്തണം. ഓണത്തിന് മുൻപ് ചെയ്യേണ്ട ഈ പണിയാണ് ഇന്നലെ വൈകിട്ട് നടത്തിയത്. ഓണത്തിന് മുൻപ് അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി ആശുപത്രിയെയും PWD ഇലക്ട്രിക്കൽ വിഭാഗത്തെയും KSEB സമീപിച്ചിരുന്നു. എന്നാൽ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം അവസരമൊരുക്കിയില്ലെന്ന് വൈദ്യുതി വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ്. വീഴ്ച വരുത്തിയതിന്റെ അനന്തരഫലമാണ് ഇന്നലെ നിരപരാധികളായ രോഗികൾ അനുഭവിച്ചത്. അറ്റകുറ്റപ്പണി പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം യഥാസമയം നടത്താത്തതിനാൽ ട്രാൻസ്ഫോമർ സ്റ്റേഷനിലെ വാക്യൂം സർക്യൂട്ട് ബ്രേക്കറിന് ക്ലാവ് പിടിച്ചു. ക്ലാവ് പിടിച്ച ഈ VCB-യാണ് ഒരു സ്വിച്ച് സംവിധാനമായി പ്രവർത്തിക്കേണ്ടത്. അതിന് ക്ലാവ് പിടിച്ചതോടെയാണ് വൈകിട്ട് 5:30 KSEB വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടും SAT-യിൽ വൈദ്യുതി കിട്ടാത്തത്. സർക്യൂട്ട് ബ്രേക്കർ പ്രവർത്തിക്കാത്തതിനാൽ ജനറേറ്റർ മാറ്റി വൈദ്യുതി ചാർജ് ചെയ്യാനായില്ല. ഇനി ഇത് വരാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണോ അത് സ്വീകരിക്കും. നമുക്ക് മഴക്കാലത്തിന് മുമ്പുള്ളൊരു മെയിൻ്റനൻസ് വരുമല്ലോ, അതിനുള്ള സമയം കൊടുത്തപ്പോൾ അവർക്ക് സമയം കിട്ടിയില്ല. അവർക്ക് ആസ്പത്രി അതിൽ കുറ്റമല്ല, അവരുടെ പ്രശ്നങ്ങളുമുണ്ട്. അത് അവസാനമാണ് ഇന്നലെയാണ് തന്നപ്പോൾ 3 മണിക്കൂർ ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് ഈ തകരാറ് വന്നത്. ഒരു പ്ലാൻ B ഇല്ലാതെ കുടിവെള്ള പൈപ്പ് മാറ്റാൻ ഇറങ്ങി കുടിവെള്ളം മുട്ടിച്ച സർക്കാർ 1 മാസം തികയും മുൻപ് മറ്റൊരു വിധത്തിൽ തെറ്റാവർത്തിച്ചു. ഒരു ജനറേറ്റർ പിഴച്ചാൽ പിന്നെന്തെന്ന ചിന്ത പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗത്തിനും ആരോഗ്യവകുപ്പിനും ഉണ്ടായില്ല. കഷ്ടം തന്നെ. ജനറേറ്റർ ഉപയോഗിച്ചുള്ള ബദൽ വൈകിട്ട് 6:30 നിലച്ച ശേഷം മറ്റൊരു ജനറേറ്റർ ഒരുക്കാൻ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗത്തിന് 4 മണിക്കൂർ വേണ്ടി വന്നു. വൈദ്യുതി വകുപ്പ് വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റൊരു ഗുരുതര വീഴ്ച SAT-യിലുണ്ട്. HLL നൽകിയ ഒരു ജനറേറ്റർ അവിടെയുണ്ട്. അതിന്റെ കൈമാറ്റ നടപടികൾ പൂർത്തിയാകാത്തതിനാലാണ് അത് പ്രവർത്തിപ്പിക്കാനാകാത്തത്. അതായത് ആ ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ രോഗികൾ ഇന്നലെ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. വീഴ്ചകളുടെയും സാങ്കേതികതയുടെയും ലൂപ്പിൽ ചുറ്റുന്ന സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും പരിഹാസ്യരായിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.